കഴിഞ്ഞ ദിവസം ശ്രീമതി വീണ ജോർജിൻ്റെ ഭർത്താവ് ശ്രീമതി വീണ ജോർജിനെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നിന്ന് ഒഴിവാക്കണമെന്ന് ജില്ലാ സെക്രട്ടറിയോട് അഭ്യർത്ഥിച്ചു എന്നൊരു വാർത്ത എല്ലാ ദൃശ്യമാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തിരുന്നു. വളരെ കൗതുകത്തോടു കൂടിയാണ് ഞാനൊക്കെ ആ വാർത്ത നിരീക്ഷിച്ചത്. അതൊരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൽ അംഗത്വമുള്ള ഒരു വനിതയാണ് ശ്രീമതി വീണ ജോർജ്. അവിടെ തുല്യതയാണല്ലോ അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ തുല്യതയാണ്. സ്ത്രീ എന്ത് ഡ്രീം പെർസ്യൂ ചെയ്യണമെന്നുള്ളത് സ്ത്രീ തന്നെയാണ് തീരുമാനിക്കുന്നത്. സ്ത്രീക്ക് ഡ്രീംസ് പെർസ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്ത്രീക്ക് അവളെ എസേർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവളുടെ ഇൻഡിവിജ്വാലിറ്റി അപ്ഹോൾഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനുവേണ്ടി എല്ലാ വഴികളും അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും സജ്ജമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ള ഒരു പാർട്ടി കൂടിയാണ്, ഒരു രാഷ്ട്രീയ കക്ഷിയാണ് CPM. ആ CPMനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രിയും MLAയുമാണ് ശ്രീമതി വീണ ജോർജ്. അപ്പോൾ ശ്രീമതി വീണ ജോർജിനെ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മന്ത്രി ജില്ലാ സെക്രട്ടറിക്ക് ഭർത്താവ് കത്തയച്ചപ്പോൾ പലതരത്തിലുള്ള റെസ്പോൺസസ് ആണ് സൊസൈറ്റിയുടെ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. ആദ്യത്തിൽ വളരെ തമാശ രൂപേണ പലരും പറഞ്ഞു, ഭർത്താവിനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മിഡിയോക്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, ഭർത്താവിനെ ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ളത് ഒരു ധാർമ്മികത ഉണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹത്തിലെ ധാർമ്മികത ഉണർന്നു, അതുകൊണ്ട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തു, വളരെ നന്ദി എന്നുള്ളത്. പിന്നെ ചിലരോട് പറഞ്ഞു, വീട്ടിലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ വിള്ളൽ എന്തായാലും മറന്നേക്ക് ഇതേ പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു, അങ്ങനെ പല രീതിയിൽ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും വലിയൊരു നിശിതമായൊരു വിമർശനമായിട്ട് അല്ലെങ്കിൽ ഒരു അറ്റാക്കായിട്ട് തോന്നിയത്, അവരിപ്പോഴും മതത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു. കാരണം സ്ത്രീ പുരുഷ തുല്യത അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ, സമത്വം അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ, സ്ത്രീകളുടെ സ്വപ്നം പിന്തുടരാനുള്ള അവകാശമുണ്ടെന്നും അസേർട്ട് ചെയ്യാൻ അവകാശമുണ്ടെന്നും വാദിക്കുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ മന്ത്രി തെരഞ്ഞെടുപ്പിൽ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് ഭർത്താവ് തീരുമാനിക്കുന്നു എന്നുള്ളത് അത് ഹൈലി പാട്രിയാർക്കിക്കലായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അവിടെ ആൺകോയ്മ തന്നെയാണ്. അത് മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് അവരുടെ ഭർത്താവും. അവർ അതിൽ വീണ ജോർജ് മതത്തിൻ്റെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രിയാണെന്നും കൂടിയിട്ടുള്ള ഒരു വിമർശനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുക, അല്ലാതെ പാർട്ടിക്കാരുടെ കുടുംബങ്ങളല്ലല്ലോ തീരുമാനിക്കുക. പാർട്ടിയിൽ അംഗത്വം വന്നാൽ പിന്നെ അവർ പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പ്രസ്ഥാനത്തിൻ്റെയാണ്. അവിടെ ചെന്ന് ഭർത്താവ് പറയുന്നു, കത്തയക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ രണ്ടാംകിട രീതിയാണ്. അതൊക്കെ ചിരി വരും. കാരണം അവരൊരു ഇൻഡിവിജ്വൽ അല്ല, അവരെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരെ ഭർത്താവാണ്. അതൊരു പപ്പറ്റ് മാത്രമാണ്, മതത്തിൻ്റെയും ഭർത്താവിൻ്റെയും പപ്പറ്റായി മാറി എന്നുള്ളത് പുറമേക്ക് ആ ഒരു സന്ദേശമാണ് പുറമേക്ക് പുറം ലോകത്തിന് നൽകിയത്. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം ഇന്നലെയും ഇന്നുമായിട്ട് റിപ്പോർട്ടർ ചാനലിലൊക്കെ ഈ മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് നേരിട്ട് വന്നിരുന്ന് പറയുന്നത് കേട്ടു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ ഔദ്യോഗികമായി ലെറ്ററൊന്നും കൊടുത്തിട്ടില്ല, നോട്ടീസൊന്നും കൊടുത്തില്ല, കത്തയച്ചിട്ടില്ല. ഞാൻ ജില്ലാ സെക്രട്ടറി ഫോണിൽ വിളിച്ചു പറഞ്ഞു അവരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. അതിൻ്റെ ധാർമ്മികമായ ചില കാരണങ്ങൾ കൊണ്ടാണ്. അതല്ല, ഞാൻ അതിന് തക്കതായ കാരണമുണ്ട്. അതായത് കണ്ണൂരിൽ നടക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങളായിരുന്നു. എന്താണ് നടക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ അവിടെ നടന്നതെന്ന്
നമ്മളെല്ലാവരും കണ്ടു. എത്ര ആളുകൾ ഓരോ സമരങ്ങളിൽ ജീവത്യാഗം സംഭവിച്ചു, എത്ര ആളുകൾക്ക് ജീവത്യാഗം സംഭവിച്ചിട്ടുണ്ട്. അപ്പം അവിടെ അത് നടന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മക്കൾ ഭയങ്കര പാനിക്കായി. അവർ തുടരെ ഫോൺ വിളിച്ചു, അമ്മയെക്കുറിച്ച് ഒരുപാട് കൺസേൺഡായി. നമ്മുടെ സ്വാസ്ഥ്യം കെടുന്ന ഒരു സംഗതിയും വേണ്ട എന്ന് മക്കൾക്ക് ഒരു തോന്നലുണ്ടായി. എൻ്റെ മക്കൾക്ക് ഒരമ്മ വേണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, അത് വേണ്ട, നമ്മുടെ കുടുംബമാണ് ഏറ്റവും മുഖ്യം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് വികൃതമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് എന്ന്. അപ്പോൾ എനിക്ക് ജോർജ് ജോസഫ് എന്ന വീണ ജോർജിൻ്റെ ഭർത്താവിനോടും വീണ ജോർജിനോടും പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ ജോർജിന് നൂലുമ്മ കെട്ടിയിറങ്ങിയ പോലെ ഉണ്ടായ ഒന്നല്ല. സമരവും അടിയും ഇടിയും രക്തച്ചൊരിച്ചിലും ഒക്കെ നടന്നു വന്ന് ജനങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ ത്യാഗത്തിൻ്റെ ഫലമായി അതിൽ നിന്ന് അതല്ലെങ്കിൽ അതിൽ നിന്ന് ഉയർന്ന ഒരു പ്രസ്ഥാനമാണ്. ജോർജ് ജോസഫിന് അത് മനസ്സിലാകണമെങ്കിൽ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒളിവിലെ ഓർമ്മകൾ ഇല്ല, അദ്ദേഹത്തിൻ്റെ ആത്മകഥ മാത്രമല്ല, അതൊരു ആത്മകഥയ്ക്കപ്പുറം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും അതേസമയം തന്നെ ആ കാലഘട്ടത്തിൻ്റെ സാമൂഹിക അവസ്ഥയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണത്. ഏതൊരു കമ്മ്യൂണിസ്റ്റും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം 5-6 വർഷമാണ് ഒളിവിൽ താമസിച്ചത്. അല്ലാതെ ആ താമസിക്കുന്ന കാലഘട്ടത്ത് അദ്ദേഹം സാധാരണക്കാരായ തൊഴിലാളികളുടെ ഇടയിലാണ് ജീവിച്ചത്. സാധാരണക്കാരായ തൊഴിലാളികളുടെ സ്നേഹവും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ അവർ കാണിച്ച ധൈര്യവും സ്നേഹത്തെക്കുറിച്ചുമാണ് ആ ആത്മകഥയിൽ ഒളിവിലെ ഓർമ്മകളിൽ അദ്ദേഹം പറയുന്നത്. ഒരുപാട് ത്യാഗം അദ്ദേഹം അവിടെ ജനങ്ങളുമായി സമ്പർക്കമുണ്ടാക്കാൻ, ജനങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ ഈ കാലയളവിൽ അദ്ദേഹത്തിന് വളരെയധികം സാധിച്ചു എന്നുള്ളതുമാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ ജീവിതശൈലിയും രീതിയൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഈ കാറിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നടക്കുന്ന പോലെ കാറിൽ ഇറങ്ങി ഫ്ലൈറ്റിൽ പോയി അമേരിക്കയിൽ പോയി ചികിത്സിച്ച് നടക്കുന്ന നേതാക്കളായിരുന്നില്ല അന്ന്. അവർ അത്രയും ത്യാഗം സഹിച്ചിട്ട് അവർ ഒരു ഫ്രൂട്ട്സും പ്രസ്ഥാനത്തിൻ്റെ എൻജോയ് ചെയ്തിട്ടില്ല. അവർ പ്രസ്ഥാനത്തിനെ സംരക്ഷിച്ച് നിർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരുടെ ജീവത്യാഗത്തിൻ്റെയും അവരുടെ ആത്മത്യാഗത്തിൻ്റെയും ഫലം ഇന്ന് എൻജോയ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നൂലുമ കെട്ടിയിറക്കിയ മതമേലാളിൻ്റെ പ്രതിനിധിയായ വീണ ജോർജിനെ പോലത്തെയും മറ്റാൾക്കാരുടെയും ഒക്കെ മറ്റാൾക്കാരുമാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സങ്കടകരമായൊരവസ്ഥ. ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ആക്രമം ഉണ്ടായോ ഇല്ലയോ എന്നുള്ള യാതൊരു തെളിവില്ലാത്ത സംഗതിക്ക് ഇത്രയധികം വിഷമിച്ചു അല്ലേ? അങ്ങനെ വിഷമിക്കുമ്പോൾ അവരുടെയൊക്കെ മക്കളും ഭാര്യയും സഹിച്ച മക്കളുടെയും ഭാര്യയുടെയും സഹനവും ത്യാഗവും ഒന്ന് ആലോചിച്ചു നോക്കൂ. വീണ ജോർജിൻ്റെ ഭർത്താവേ, ശ്രീ ജോർജ് ജോസഫേ, ഇത് അമൂൽ ബേബിയായിട്ട് നിങ്ങളെ വീട്ടിൽ ഭീമമായ തുക വാങ്ങിയിട്ടല്ല, അവർ ശമ്പളം വാങ്ങിയിട്ടല്ല അവരൊന്നും പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നത്. പോലീസിൻ്റെ അടിയും ഇടിയും ചവിട്ടും കുത്തുമൊക്കെ ഏറ്റാണ് പൊതുപ്രവർത്തനത്തിന് പോയിരുന്നത്. വലിയ അലവൻസ് വാങ്ങി കാറിലെല്ലാം അവർ സഞ്ചരിച്ചത്. രാത്രികാലങ്ങളിൽ പാത്തും പതുങ്ങിയാണ് സഞ്ചരിച്ചിരുന്നത്. വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഭക്ഷണവും സെക്യൂരിറ്റി ഗാർഡ്സും അവർക്കുണ്ടായിരുന്ന സാധാരണ കൂലിപ്പണിക്കാരുടെ അവരുടെ തൊഴിലിൻ്റെ ഒരു പങ്കാണ് അവർ കഴിച്ചത്. ചിലപ്പോൾ അവരുടെ കൂടെ പണിയും എടുക്കേണ്ടതായിട്ട് വരും. പ്രതിഭകളായിരുന്നു, അത്രയും ഗംഭീര പ്രതിഭകളായിരുന്നു. അദ്ദേഹം ഈ ഒരു കൃതി നാടക സാഹിത്യം
മാത്രമല്ല ഒരു ചരിത്രഗ്രന്ഥം കൂടിയാണ്. അത്രയും വലിയ കൃതിയൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ പാണ്ഡിത്യവും അവരുടെ അനുഭവ പരിചയവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അദ്ദേഹം ഈ കാലയളവിലാണ് അദ്ദേഹം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിച്ചത്. സോമൻ എന്ന തൂലികാനാമത്തിലായിരുന്നു ആ നാടകം അദ്ദേഹം രചിച്ചത്. അത്രയും കോൺട്രിബ്യൂഷൻസും സമൂഹത്തിന് നൽകിയ ആൾക്കാരാണ്. KR ഗൗരിയമ്മ അങ്ങനെയാണ്. അതേപോലെ പഴയ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അങ്ങനെയാണ്. അവരുടെ മക്കള് അമ്മേനെ ഇല്ലാ കഥ കേട്ടിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കഴുത്തിന് പിടിച്ചോ അല്ലെങ്കിൽ കോളർ വെച്ചൊന്ന് ഈ പ്രവൃത്തിയുടെ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം താങ്കളുടെ മക്കൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലുണ്ടാകുന്ന കഷ്ടതകളൊന്നും താങ്കളുടെ മക്കൾക്ക് പറ്റില്ല. അപ്പോൾ ഈ ഭീമമായ തുക ശമ്പളവും കാറിൻ്റെ പെട്രോൾ അലവൻസും വിദേശയാത്രയും മറ്റു കാര്യങ്ങളൊക്കെ താങ്കൾക്കും താങ്കളുടെ മക്കൾക്കും എൻജോയ് ചെയ്യാം. ഇത് ചെറിയ തോതിലുള്ള കഷ്ടപ്പാട് പോലും വളരെയധികം ഗോഡ്ഫാദർ ഉണ്ട് തോന്നുന്നു ശ്രീമതി വീണ ജോർജിനെ. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇങ്ങനെ ഞൊടിയിടയിൽ MLA യും പിന്നെ മന്ത്രിയും ഒക്കെ ആവാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും നല്ല നല്ല കാര്യങ്ങൾ മാത്രം എനിക്ക് മതി. ക്രൈസിസും കഷ്ടപ്പാടും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന ശ്രീ വീണ ജോർജിനോടും അവരുടെ ഭർത്താവിനോടും ഞാൻ പറയുന്നു, ഒളിവിലെ ഓർമ്മകൾ വായിക്കുന്നു. അവർക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, പാർട്ടി എന്തിനാ നിർബന്ധിക്കുക? ഇതിലേറെ ത്യാഗം നമ്മുടെ മുൻ മന്ത്രി ജി സുധാകരൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് വേണ്ടാത്ത ഒരാളവിടെ പിടിച്ചു നിർത്തേണ്ട. മന്ത്രി സുധാകരനെ വിളിച്ചു അവിടെ നിർത്തിക്കോട്ടെ. പിണറായി വിജയന് നിൽക്കാമെങ്കിൽ ജി സുധാകരന് നിൽക്കാമല്ലോ. എല്ലാവരും ഈക്വൽ അല്ലേ? ചിലർ കൂടുതൽ സമന്മാരാകേണ്ട ആവശ്യമില്ലല്ലോ. നന്ദി, നമസ്കാരം.